Network News is brought to you in association with Coloricals Gold Park, manufacturers and wholesalers, Main Road, Payyannur. പയ്യന്നൂർ റൂറൽ ബാങ്ക് വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. മധുരിക്കും ഓർമ്മകളാൽ മനസ്സ് കുളിരട്ടെ. കൃഷ്ണ ട്രേഡേഴ്സ് ലത്തീഫിയ സ്കൂളിന് സമീപം ബൈപാസ് റോഡ് പയ്യന്നൂർ. Manohar Jewelries, Jewel House, Jewel Junction, Payyanur, since 1938. Pavan Gold and Diamond, Gold, Diamond, Silver and Birthstone. Malabar Gold and Diamonds, celebrate the beauty of life. Juju Gold and Diamonds, Central Bazaar, Payyannur. ചെറുതാഴം മിൽക്ക്, സഹകരണത്തിന്റെ മേന്മ. Number 1 lightweight jeweler, Swiss Gold and Diamonds, now in Perumba, Payyannur. നമസ്കാരം, നെറ്റ്വർക്ക് ന്യൂസിലേക്ക് സ്വാഗതം. പഴയങ്ങാടി എരിപുരം അടുത്തില ഇറക്കത്തിൽ ഗ്യാസ് സിലിണ്ടർ കയറ്റി പോകുകയായിരുന്ന ലോറിയും ചരക്ക് ലോറിയും കൂട്ടിയിടിച്ച് അപകടം. തിങ്കളാഴ്ച പുലർച്ചെയോടെയാണ് അപകടം നടന്നത്. അപകടത്തിൽ ചരക്ക് ലോറി ഡ്രൈവർക്ക് പരിക്കേറ്റു. പഴയങ്ങാടി എരിപുരം ഇറക്കത്തിൽ പെട്രോൾ പമ്പിന് സമീപം അപകട മേഖലയായി മാറുകയാണ്. നിരവധി അപകടങ്ങൾ നടന്ന പ്രദേശത്ത് ഇന്ന് രാവിലെ ലോറികൾ തമ്മിൽ കൂട്ടിയിടിച്ചും അപകടമുണ്ടായി. പഴയങ്ങാടി ഭാഗത്തേക്ക് ഗ്യാസ് സിലിണ്ടർ കയറ്റി വരികയായിരുന്ന ലോറിയും മംഗലാപുരത്തേക്ക് പോവുകയായിരുന്ന ചരക്ക് ലോറിയുമാണ് കൂട്ടിയിടിച്ചത്. അപകടത്തിൽ പരിക്കേറ്റ ചരക്ക് ലോറി ഡ്രൈവറെ കണ്ണൂർ പരിയാരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇടിയുടെ ആഘാതത്തിൽ ലോറിയുടെ ക്യാബിനകത്ത് കുടുങ്ങിപ്പോയ ലോറി ഡ്രൈവറെ ഫയർഫോഴ്സ് എത്തിയാണ് രക്ഷപ്പെടുത്തിയത്. അപകടത്തെ തുടർന്ന് ഏറെ നേരം ഗതാഗത തടസ്സവുമുണ്ടായി. പ്രദേശത്ത് ഇതിനകം നിരവധി അപകടങ്ങൾ നടന്നിട്ടുണ്ട്. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. കനത്ത മഴയിൽ വലിയപറമ്പ് കടലോരത്ത് കാർഷിക വിളകൾക്ക് നാശനഷ്ടം. വലിയപറമ്പ് സെൻട്രലിലെ കോർണിഷ് ബീച്ചിന് സമീപമാണ് കടൽ കയറിയത്. മഴയ്ക്ക് തെല്ലൊന്ന് ശമനമുണ്ടായ വേളയിലാണ് കടലേറ്റമുണ്ടായിട്ടുള്ളത്. വലിയപറമ്പിലെ 50 മീറ്ററിലധികം കടൽ കരയിലേക്ക് കയറി. ഒരാൾ പൊക്കത്തിൽ മണൽത്തിട്ടകൾ ഒലിച്ചുപോയി. പ്രദേശത്തെ നിരവധി പേരുടെ തെങ്ങുകൾ കടപുഴകി കടലിൽ പതിച്ചു. 2 ദിവസമായി വലിയപറമ്പിലെയും സമീപ പ്രദേശങ്ങളിലെയും കടലോരവാസികൾ കടലാക്രമണ ഭീതിയിലാണ്. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. കാങ്കോൽ ആലപ്പടമ്പ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ അനുസ്മരണവും അനുമോദനവും സംഘടിപ്പിച്ചു. കാങ്കോലിൽ നടന്ന പരിപാടി രാജ്മോഹൻ ഉണ്ണിത്താൻ MP ഉദ്ഘാടനം ചെയ്തു. കാങ്കോൽ ആലപ്പടമ്പ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ അനുസ്മരണവും അനുമോദനവും സംഘടിപ്പിച്ചു. മുൻ DCC മെമ്പർ അഡ്വക്കേറ്റ് ഷാഹുൽ ഹമീദ് അനുസ്മരണവും SSLC +2 പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങളും A+ നേടിയവരെയും LSS USS ടാലന്റ് എക്സാം വിജയം നേടിയവരെയും 15 വർഷത്തെ രാജ്യസേവനത്തിനു ശേഷം തിരിച്ചെത്തിയ ഹവിൽദാർ ബ്ലസൺ BJയുമാണ് ഉപഹാരം നൽകി അനുമോദിച്ചത്. കാങ്കോൽ അൽബൂം ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി രാജ്മോഹൻ ഉണ്ണിത്താൻ MP ഉദ്ഘാടനം ചെയ്തു. KSUയുടെ രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിച്ചു. യൂത്ത് കോൺഗ്രസിലും കോൺഗ്രസിനുമൊക്കെ സജീവ സാന്നിധ്യമായി നിന്നിരുന്ന അഡ്വക്കേറ്റ് ഷാഹുൽ ഹമീദ് നമ്മളെ വിട്ടുപിരിഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ 6ാം ചരമവാർഷികം തൃക്കരിപ്പൂരിൽ ഞാനാണ് ഉദ്ഘാടനം ചെയ്തത്. മണ്ഡലം പ്രസിഡന്റ് ഷിജു വാഴയിൽ അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് DK ഗോപിനാഥ് അനുസ്മരണ പ്രഭാഷണം നടത്തി. മഹേഷ് കുന്നുമ്മൽ, ജനാർദ്ദനൻ TV, ആലയിൽ ബാലകൃഷ്ണൻ, വൈശാഖ് ഏറ്റുകൊടുക്ക, ചിത്ര C, ജയൻ KV തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. വേങ്ങയിൽ കാനായി LP സ്കൂളിൽ കർക്കിടകക്കഞ്ഞി വിതരണവും ഇലയറിവ് ബോധവൽക്കരണ ക്ലാസും നടന്നു.
പയ്യന്നൂർ നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് സരിൻ ശശി കർക്കിടകക്കഞ്ഞി വിതരണോദ്ഘാടനം നിർവഹിച്ചു. വേങ്ങയിൽ കാനായി LP സ്കൂളിൽ കർക്കിടകക്കഞ്ഞി വിതരണവും എലിയറിവ് ബോധവൽക്കരണ ക്ലാസും കുന്നത്ത് നാരായണൻ വൈദ്യരുടെ നേതൃത്വത്തിൽ നടന്നു. പയ്യന്നൂർ നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് സരിൻ ശശി കർക്കിടകക്കഞ്ഞി വിതരണോദ്ഘാടനം നിർവഹിച്ചു. ഉപയോഗിക്കുന്ന നമ്മുടെ ആരോഗ്യത്തിനെല്ലാം നല്ലതിനു വേണ്ടി ഓരോ സമയത്തും കഴിക്കുന്ന ആഹാരങ്ങളാണ്. അപ്പോൾ അത് ആ കർക്കിടകക്കഞ്ഞിയുടെ കൂട്ടുണ്ട്, അതിൽ ഉപയോഗിക്കുന്ന ഉൽപ്പന്നങ്ങളുണ്ട്, ഇലക്കറികളുണ്ട്. അതെല്ലാം തലമുറകൾ കൈമാറി വരേണ്ടതാണ്. അപ്പോൾ അത് നിങ്ങളെ കൊണ്ട് നിങ്ങൾക്കത് ആ കഞ്ഞി നിങ്ങൾക്ക് തരികയും അത് പഠിപ്പിക്കുകയും ചെയ്യാമെന്നുള്ളതാണ് ഈ ചടങ്ങ് കൊണ്ട് പൊതുവെ ഉദ്ദേശിച്ചിട്ടുള്ളത്. നമ്മുടെ ഈ കാനായി സ്കൂളിൽ കുറേ കാലങ്ങളായിട്ട് ആ കാര്യം നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ലതുപോലെ നമുക്കിത്തരം പ്രാദേശികമായിട്ടുള്ള ആയുർവേദ അറിവുകൾ കൈമാറ്റം ചെയ്യാനും അത് തുടർച്ചയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനും സാധിക്കുന്ന നിലയിൽ നഗരസഭാ വൈസ് ചെയർപേഴ്സൺ പി ശ്യാമള, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീബ, വാർഡ് കൗൺസിലർ പി സുരേഷ്, ഹെഡ് മിസ്റ്റർ CV ശ്രീജയ, ലതീഷ് TP, മനോഹരൻ KV, രമ്യ MV, ബിന്ദു K, സീമ PV തുടങ്ങിയവർ സംസാരിച്ചു. കൃഷ്ണലാൽ KK, രാഖി, അനുശ്രീ KP എന്നീ അധ്യാപകരും മുഴുവൻ രക്ഷിതാക്കളും നാട്ടുകാരും പരിപാടിയിൽ പങ്കെടുത്തു. തുടർന്ന് എല്ലാവരും കർക്കിടകക്കഞ്ഞി കഴിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. എരവം ശ്രീ പുല്ലൂര് മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിൽ 2027 ജനുവരി 8 മുതൽ 11 വരെ നടക്കുന്ന പെരുങ്കളിയാട്ട മഹോത്സവത്തിന്റെ ഭാഗമായി സുവനീർ കമ്മിറ്റി പുറത്തിറക്കുന്ന സ്മരണികയിലേക്ക് ആവശ്യമായ പരസ്യങ്ങളുടെ താരീഫ് പ്രകാശനം ചെയ്തു. പ്രശസ്ത സാഹിത്യകാരനും സാമൂഹ്യ പ്രവർത്തകനും സിനിമാ നിരൂപകനുമായ ഡോക്ടർ ജിനേഷ് കുമാർ എരമം താരീഫ് പ്രകാശനം നിർവഹിച്ചു. എരമം ശ്രീ പുല്ലൂര് മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിൽ 17 വർഷങ്ങൾക്ക് ശേഷം 2027 ജനുവരി 8 മുതൽ 11 വരെ നടക്കുന്ന പെരുങ്കളിയാട്ട മഹോത്സവത്തിന്റെ ഭാഗമായി സുവനീർ കമ്മിറ്റി പുറത്തിറക്കുന്ന സ്മരണികയിലേക്ക് ആവശ്യമായ പരസ്യങ്ങളുടെ താരിഫ് പ്രകാശനം പ്രശസ്ത സാഹിത്യകാരനും സാമൂഹ്യ പ്രവർത്തകനും സിനിമാ നിരൂപകനുമായ ഡോക്ടർ ജിനേഷ് കുമാർ എരമം നിർവഹിച്ചു. മുൻ ജില്ലാ പഞ്ചായത്ത് അംഗവും എരമം കുറ്റൂർ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റുമായ ടി തമ്പാൻ മാസ്റ്റർ ആദ്യ താരിഫ് ഏറ്റുവാങ്ങി. സുവനീർ കമ്മിറ്റി എഡിറ്റർ ശ്രീധരൻ കൈതപ്രം അധ്യക്ഷത വഹിച്ചു. ആഘോഷ കമ്മിറ്റി ജനറൽ കൺവീനർ TV തമ്പാൻ, TV ജനാർദ്ദനൻ, മധു എരമം, NV ശ്രീനിവാസൻ, ഷൈനി ബാലൻ, MT ലിജു, IV രാമചന്ദ്രൻ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പിലാത്തറ. കണ്ണൂർ ജില്ലയിലെ ഗ്രന്ഥശാലകളുടെ ചരിത്രം പഠിക്കുന്ന സംഘം കൊഴുമൽ വായനശാല ആൻഡ് ഗ്രന്ഥാലയത്തിലെത്തി. പയ്യന്നൂർ താലൂക്കിലെ ഏറ്റവും പഴക്കം ചെന്ന 5 ഗ്രന്ഥാലയങ്ങളിലാണ് സംഘം സന്ദർശനം നടത്തിയത്. കണ്ണൂർ ജില്ലയിലെ ഗ്രന്ഥശാലകളുടെ ചരിത്രം പഠിക്കുന്ന സംഘം കൊഴുമൽ വായനശാല ഗ്രന്ഥാലയത്തിൽ എത്തി. സംസ്ഥാനത്തെ ആസൂത്രണ സമിതിയുടെയും കണ്ണൂർ സർവകലാശാലയുടെയും സംയുക്ത ആഭിമുഖ്യത്തിലുള്ളതാണ് പഠന സംഘം. കണ്ണൂർ താലൂക്കിലെ ഏറ്റവും പഴക്കം ചെന്ന 5 ഗ്രന്ഥാലയങ്ങളിലാണ് സംഘം എത്തിയത്. ജില്ലയിലെ ഗ്രന്ഥശാലകളുടെ ചരിത്രം, പ്രവർത്തനം, രൂപീകരണത്തെ സ്വാധീനിച്ച പ്രസ്ഥാനങ്ങൾ, യുവാക്കളുടെ പങ്കാളിത്തം, തുടർ പ്രവർത്തനങ്ങൾക്ക് ലൈബ്രറി കൗൺസിലിന്റെ വിവിധ തലങ്ങളിൽ പ്രവർത്തിക്കുന്ന സമിതികളും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും എങ്ങനെ ഇടപെടണം തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചാണ് പഠനം നടത്തുന്നത്. സെക്രട്ടറി MV രാധാകൃഷ്ണൻ മാസ്റ്റർ, പ്രസിഡന്റ് K സന്തോഷ് തുടങ്ങിയവർ ചേർന്ന് സംഘത്തെ സ്വീകരിച്ചു. താലൂക്ക് ലൈബ്രറി സെക്രട്ടറി K ശിവകുമാർ, വൈക്കത്ത് നാരായണൻ മാസ്റ്റർ എന്നിവരും സംഘാംഗങ്ങളിൽ ഉണ്ടായിരുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. മയക്കുമരുന്നിനെതിരെ നടത്തുന്ന ക്യാമ്പയിന്റെ ഭാഗമായി വനിതാ കായിക താരങ്ങളുടെ ഫുട്ബോൾ മത്സരം ശ്രദ്ധേയമായി. തൃക്കരിപ്പൂർ റോട്ടറിയും സംസ്ഥാന എക്സൈസ് വകുപ്പും കാസർഗോഡ് ജില്ലാ വിമുക്തി മിഷനും തൃക്കരിപ്പൂർ ഡ്രീംസ് ഗേൾസ് ഫുട്ബോൾ അക്കാദമിയും ചേർന്നാണ് മത്സരം സംഘടിപ്പിച്ചത്. മയക്കുമരുന്നിനെതിരെ കായിക സംസ്കാരത്തിനൊപ്പം എന്ന സന്ദേശം ഉയർത്തിപ്പിടിച്ച് തൃക്കരിപ്പൂർ തൈക്കിലും വനിതാ ഫുട്ബോൾ മത്സരം സംഘടിപ്പിച്ചു. സന്ദീപ് വാര്യർ MLA ഉദ്ഘാടനം നിർവഹിച്ചു. ടീമിന്റെ കോച്ചായി ഇൻസ്പയറിംഗ് ആയിട്ടുള്ള മൂവിയാണ്, കാണണം. നമ്മുടെ ആൺകുട്ടികൾ പരാജയപ്പെട്ട സ്ഥലത്ത് ഇന്ത്യൻ വനിതാ ടീം സക്സസ് ആവുന്ന സ്റ്റോറിയാണ്. നിങ്ങൾ നിർബന്ധമായും കണ്ടിരിക്കേണ്ട സ്റ്റോറിയാണ്. കാരണം ഇന്ത്യൻ ഫുട്ബോൾ ടീം, ഒരു മെയിൽ ഫുട്ബോൾ ടീം വേൾഡ് കപ്പ് കളിച്ച് വരുമോ എന്ന് എനിക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അതിനു മുമ്പ് നിങ്ങളൊക്കെ വേൾഡ് കപ്പ് കളിച്ച്, വനിതാ വേൾഡ് കപ്പ് കളിച്ച് ഇന്ത്യക്ക് കപ്പ് കൊണ്ടുവരുന്നൊരു സാഹചര്യം ഉണ്ടാക്കണം. നിങ്ങൾ വിചാരിച്ചാൽ സാധിക്കും. കാരണം ഇപ്പോൾ ഇവിടുന്ന് ഒരു കുട്ടി പോർച്ചുഗലിൽ പോയി എന്ന് പറയുന്നു അല്ലേ? എനിക്ക് ആ കുട്ടിയുടെ പേരറിയില്ലായിരുന്നു. പേരറിഞ്ഞിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അന്ന് നിയമസഭയിലെ പ്രസംഗത്തിൽ ആ കുട്ടിയുടെ പേര് കൂടി ഞാൻ പറയുമായിരുന്നു.
ഞാൻ റാഫിയുടെയും സുരേഷിൻ്റെയൊക്കെ പേര് പറഞ്ഞു. അവരെനിക്ക് നേരിട്ട് അറിയുന്നത് കൊണ്ട് അവരുടെ പേര് ഞാൻ പറഞ്ഞു. പക്ഷെ എനിക്ക് അറിയാത്ത ഒരുപാട് ഫുട്ബോൾ കളിക്കാരുള്ള സ്ഥലമാണ് തൃക്കരിപ്പൂർ. റോട്ടറി പ്രസിഡന്റ് അഡ്വക്കേറ്റ് ടി വി മധുസൂദനൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. വിമുക്തി മിഷൻ കാസർഗോഡ് കോർഡിനേറ്റർ കെ എം സ്നേഹ ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. ഗ്രാമപഞ്ചായത്ത് അംഗവും ഡ്രീംസ് അക്കാദമി സെക്രട്ടറിയുമായ രാജേഷ് മാപ്പിടിച്ചേരി, എക്സൈസ് ഇൻസ്പെക്ടർ കെ ദിനേശൻ, പ്രൊജക്ട് ഡയറക്ടർ ഡോക്ടർ വി രാജീവൻ, സി സുനിൽകുമാർ, അഡ്വക്കേറ്റ് കെ കെ രാജേന്ദ്രൻ എന്നിവർ സംസാരിച്ചു. കളിക്കാൻ ഫുട്ബോൾ വേണമെന്ന് സന്ദീപ് വാര്യർ MLA അഭ്യർത്ഥിച്ച ഡ്രീംസ് വനിതാ അക്കാദമിയിലെ കുരുന്നുകൾക്ക് 5 ഫുട്ബോളുകൾ തരാമെന്ന് MLA ഉറപ്പു നൽകി. വനിതാ ഫുട്ബോൾ മത്സര വിജയികൾക്ക് റോട്ടറി ക്ലബ്ബ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ടി വി മധുസൂദനൻ സമ്മാനദാനം നിർവഹിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് തൃക്കരിപ്പൂർ. ഫ്യുവൽ എംപ്ലോയീസ് യൂണിയൻ CITU പയ്യന്നൂർ ഏരിയ സമ്മേളനം പയ്യന്നൂർ ട്രേഡ് യൂണിയൻ സെന്റർ KR നഗറിൽ വെച്ച് നടന്നു. CITU പയ്യന്നൂർ ഏരിയ സെക്രട്ടറി KK കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ഫ്യുവൽ എംപ്ലോയീസ് യൂണിയൻ CITU പയ്യന്നൂർ ഏരിയ സമ്മേളനം പയ്യന്നൂർ ട്രേഡ് യൂണിയൻ സെന്ററിലെ KR നഗറിൽ വെച്ച് നടന്നു. CITU പയ്യന്നൂർ ഏരിയ സെക്രട്ടറി KK കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. T രാഘവൻ, VK ബാബുരാജ്, A പ്രേമരാജൻ, AV ബാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. പെട്രോൾ പമ്പ്, ഗ്യാസ് മേഖലയിലെ തൊഴിലാളികളുടെ മിനിമം വേതനം എത്രയും പെട്ടെന്ന് പുതുക്കി നിശ്ചയിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രമേയം സമ്മേളനം അംഗീകരിച്ചു. യോഗത്തിൽ പുതിയ ഭാരവാഹികളായി KV രാമചന്ദ്രനെ പ്രസിഡന്റായും T രാഘവനെ സെക്രട്ടറിയായും തിരഞ്ഞെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. വാർത്തകൾ തുടരുന്നു. പുറച്ചേരി കേശവതീരം ആയുർവേദ ഗ്രാമത്തിന്റെ ആഭിമുഖ്യത്തിൽ പയ്യന്നൂർ ചിന്മയ വിദ്യാലയത്തിൽ കർക്കിടക മാസ ചികിത്സാ രീതികളെക്കുറിച്ച് ക്ലാസ് സംഘടിപ്പിച്ചു. തുടർന്ന് ഔഷധക്കഞ്ഞി വിതരണവും നടത്തി. കേരളത്തിൽ മഴക്കാലത്ത് ശരീരത്തിന്റെ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്നതിനും വിഷാംശങ്ങൾ പുറന്തള്ളുന്നതിനുമായി ചെയ്യുന്ന ആയുർവേദ രീതിയായ കർക്കിടക ചികിത്സയെപ്പറ്റിയും ഔഷധക്കഞ്ഞിയെപ്പറ്റിയും കുട്ടികളിൽ അവബോധം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പുറച്ചേരി കേശവതീരം ആയുർവേദ ഗ്രാമത്തിന്റെ ആഭിമുഖ്യത്തിൽ പയ്യന്നൂർ ചിന്മയ വിദ്യാലയത്തിൽ കർക്കിടക ചികിത്സാ രീതിയെക്കുറിച്ച് ക്ലാസും ഔഷധക്കഞ്ഞി വിതരണവും നടത്തിയത്. കർക്കിടക ചികിത്സാ രീതിയെക്കുറിച്ച് ഡോക്ടർ കേശവൻ വെതിരമനയും പച്ചിലത്തോരന്റെ പ്രാധാന്യത്തെക്കുറിച്ച് തുളസി കേശവനും ക്ലാസ് എടുത്തു. ഞവരേരി, ചെറുപയർ, ദശപുഷ്പങ്ങൾ, ഉലുവ, ജീരകം, ആയുർവേദ മരുന്നുപൊടികൾ തുടങ്ങിയവ കൊണ്ട് തയ്യാറാക്കിയ ഔഷധക്കഞ്ഞി വിതരണവും നടന്നു. കേശവതീരം ലതാ വിഷ്ണു നമ്പൂതിരി വിതരണോദ്ഘാടനം നിർവഹിച്ചു. ചിന്മയ വിദ്യാലയ പ്രിൻസിപ്പൽ TK പ്രകാശ്, സ്മിത K, രേഖ തുടങ്ങിയവരും പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. കുത്തകകളെ സംരക്ഷിക്കുന്ന നിലപാടാണ് കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നതെന്ന് വ്യാപാരി വ്യവസായി സമിതി കണ്ണൂർ ജില്ലാ ട്രഷറർ MA ഹമീദ് ഹാജി. കേരള സംസ്ഥാന വ്യാപാരി വ്യവസായി സമിതി പാപ്പിനിശ്ശേരി ഏരിയ സമ്മേളനം കണ്ണപുരത്ത് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ന് വ്യാപാര മേഖല വലിയ വെല്ലുവിളികളെയാണ് നേരിടുന്നതെന്നും കുത്തക സ്ഥാപനങ്ങളുടെ വ്യാപനവും ഓൺലൈൻ വ്യാപാരത്തിന്റെ വളർച്ചയും ചെറുകിട വ്യാപാരികളെ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ടെന്നും സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് കേരള സംസ്ഥാന വ്യാപാരി വ്യവസായി സമിതി കണ്ണൂർ ജില്ലാ ട്രഷറർ MA ഹമീദ് ഹാജി പറഞ്ഞു. ഈ വെല്ലുവിളികളെ അതിജീവിക്കാൻ കേരളത്തിലെ വ്യാപാരികൾ കൂട്ടായ പരിശ്രമം നടത്തുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. കണ്ണപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KV രാധാകൃഷ്ണൻ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് ഉപഹാരങ്ങൾ വിതരണം ചെയ്തു. സ്വാഗതഗാനം സംവിധാനം ചെയ്ത സതീഷ് വിനോദിനെ ചടങ്ങിൽ ആദരിച്ചു. സദാനന്ദൻ KP അധ്യക്ഷത വഹിച്ചു. TV ലക്ഷ്മണൻ, N സുമിത്രൻ, PP ബൈജു, KV ഉണ്ണികൃഷ്ണൻ, ജില്ലാ ജോയിന്റ് സെക്രട്ടറി സജീവൻ, PK ബാബു, രാമകൃഷ്ണൻ TV, K സജീവൻ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് പഴയങ്ങാടി. KSKTU പേരളം നോർത്ത് വില്ലേജ് സമ്മേളനം കരിവള്ളൂർ പുത്തൂരിൽ നടന്നു. ജില്ലാ കമ്മിറ്റി അംഗം P ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. KSKTU പേരളം നോർത്ത് വില്ലേജ് സമ്മേളനം പുത്തൂർ പുന്നക്കോടൻ സ്മാരക മന്ദിരത്തിൽ നടന്നു. ജില്ലാ കമ്മിറ്റി അംഗം P ബാലകൃഷ്ണൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഇടതുപക്ഷം പറഞ്ഞ് നമ്മൾ കർഷക തൊഴിലാളികളെയും പറഞ്ഞ് 3000 മാർക്ക് പറഞ്ഞത് മഹാഭൂരിഷ്വാണ് കേട്ടിട്ടില്ല, ചെവിയിലഞ്ച. പിന്നെന്താ കേട്ടത്? UDF പറഞ്ഞു ഇനി സ്ത്രീകൾക്ക് KSRTC സൗജന്യ യാത്ര. പുത്തൂരിൽ നിന്ന് ബസ്സുണ്ടല്ല വൈകിലേക്ക്. ഇപ്പൊ ചില ആൾ മീൻ പണിക്കാൻ പൈപ്പിലേക്ക് പോവുക. ചടങ്ങിൽ KP ശ്രീധരൻ അധ്യക്ഷനായി. നെൽകർഷകർ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് ഉടനടി പരിഹാരം കാണണമെന്ന് സമ്മേളനം പ്രമേയമായി ആവശ്യപ്പെട്ടു. K മധു, K രമേശൻ, TP അനിൽകുമാർ, പാവൂർ ദാമോദരൻ, സതീശൻ പുത്തൂർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് കരിവള്ളൂർ. മാടായിപ്പാറയിലെ പാറക്കുളത്തിനരികിലേക്ക് ചോറ്റുപാത്രവുമായി അവർ വീണ്ടും എത്തി.
മാടായി ഹൈസ്കൂളിലെ വിദ്യാർത്ഥികളായി വന്ന കാലത്ത് ഉച്ചവിശപ്പടക്കാൻ ഒത്തുകൂടിയിരുന്ന അതേ ഇടം വർഷങ്ങൾക്കിപ്പുറം അതേ സ്ഥലത്ത് വീണ്ടും ഒത്തുകൂടിയപ്പോൾ പങ്കുവച്ചത് ഭക്ഷണം മാത്രമായിരുന്നില്ല. ബാല്യത്തിന്റെ മധുര സ്മരണകളും നാടൻ രുചിയും മതസൗഹാർദ്ദത്തിന്റെ അപൂർവ സന്ദേശവുമായിരുന്നു. മതവും ജാതിയും വേർതിരിവുകളാകാതെ ഒരുമയുടെ പാഠം പഠിപ്പിച്ച ആ ഉച്ചഭക്ഷണ നിമിഷങ്ങൾ വീണ്ടും സജീവമായി. ചോറ്റുപാത്രത്തിലെ നാടൻ വിഭവങ്ങളുടെ മണവും കൂട്ടുകാർക്കൊപ്പമുള്ള ചിരികളും പങ്കുവച്ച സ്നേഹവും മാടായിപ്പാറയുടെ കാറ്റിൽ വീണ്ടും നിറഞ്ഞു. പരിസ്ഥിതി പ്രവർത്തകനും പൂർവ്വ വിദ്യാർത്ഥിയും അധ്യാപകനുമായ PP കൃഷ്ണൻ മാസ്റ്റർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഇവിടെ കൃഷ്ണഭവന്റെ ഏറ്റവും നല്ല സാമ്പാർ കിട്ടും അറിയണക്ക്. ആ ചോറ്റുപാത്രത്തിൽ ഞങ്ങൾ വാങ്ങിച്ചു കൊണ്ടുവന്ന് ഞങ്ങളിവിടെ ഇന്ന് നല്ല വെയിലാണ്. പക്ഷെ അന്ന് ഈ സമയത്തൊക്കെ കോരിച്ചൊരിയുന്ന മഴയാണ്. ആ മഴയത്ത് ഞങ്ങൾ ഇരുന്ന് ഭക്ഷണം കഴിച്ചതിൻ്റെ ഓർമ്മ ജീവിതത്തിൽ ഒന്നും കൂടി പുതുക്കുക എന്നുള്ളത് മാത്രമാണ് ഇതിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പൂർവ്വ വിദ്യാർത്ഥികളായ കവിയും എഴുത്തുകാരനുമായ രാമകൃഷ്ണൻ കണ്ണോം, ചലച്ചിത്ര നടൻ ചന്ദ്രമോഹൻ മാടായി, ദേവകി കോറോക്കാരൻ, ഫസൽ കണ്ണൂർ, TP ചന്ദ്രശേഖരൻ, PI രമേശൻ, C പ്രേമലത തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. എരമം റെഡ് സ്റ്റാറിന്റെ നേതൃത്വത്തിൽ ജനകീയ ഡോക്ടർ TV കുഞ്ഞിക്കണ്ണന് ജന്മനാട് ആദരം നൽകി. കണ്ണാപ്പള്ളിപ്പോയിൽ നടന്ന പരിപാടിയിൽ എരമം കുറ്റൂർ പഞ്ചായത്ത് പ്രസിഡന്റ് K പ്രീത ഉദ്ഘാടനം ചെയ്തു. എരമം റെഡ് സ്റ്റാറിന്റെ നേതൃത്വത്തിൽ ജനകീയ ഡോക്ടർ TV കുഞ്ഞിക്കണ്ണന് ജന്മനാട് ആദരവ് നൽകി. കണ്ണാപ്പള്ളിപ്പോയിൽ നടന്ന പരിപാടി എരമം കുറ്റൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K പ്രീത ഉദ്ഘാടനം ചെയ്തു. MP ബാലൻ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ MM വിജയൻ, പ്രശസ്ത കവി ജിനോഷ് കുമാർ എരമം, KV സുനുകുമാർ, CP അജയൻ, CA ശോഭ, രഞ്ജിത്ത് KV എന്നിവർ സംസാരിച്ചു. നിരവധി കുട്ടികളെ ചെസ് പരിശീലനം നടത്തിയ ശ്യാം സുന്ദറിനെ ചടങ്ങിൽ ആദരിച്ചു. SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ വെച്ച് അനുമോദിച്ചു. ന്യൂസ് ബ്യൂറോ, പിലാത്തറ. കൺസ്ട്രക്ഷൻ ആൻഡ് ലോഡിംഗ് വർക്കേഴ്സ് യൂണിയൻ CITU-വിന്റെ ആഭിമുഖ്യത്തിൽ ഓണക്കുന്നിൽ അനുമോദന സദസ്സ് സംഘടിപ്പിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KV പ്രീത പരിപാടി ഉദ്ഘാടനം ചെയ്തു. കൺസ്ട്രക്ഷൻ ആൻഡ് ലോഡിംഗ് വർക്കേഴ്സ് യൂണിയൻ കരിവള്ളൂർ സൗത്ത് ഡിവിഷൻ കമ്മിറ്റി CITU-വിന്റെ ആഭിമുഖ്യത്തിൽ ഓണക്കുന്നിൽ അനുമോദന സദസ്സ് സംഘടിപ്പിച്ചു. ഓണക്കുന്ന് AKG മന്ദിരത്തിൽ നടന്ന അനുമോദന സദസ്സ് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KV പ്രീത ഉദ്ഘാടനം ചെയ്തു. അന്യസംസ്ഥാന തൊഴിലാളികൾ കടന്നുകയറിയതിന്റെ ഭാഗമായിട്ട് നമ്മുടെ തൊഴിലാളികൾക്ക് തൊഴിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. SSLC +2 വിജയികൾക്കുള്ള അനുമോദനമാണ് സംഘടിപ്പിച്ചത്. ചടങ്ങിൽ T പത്മനാഭൻ അധ്യക്ഷനായി. T കുമാരൻ, M ബാലൻ, C രവി തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. കടന്നപ്പള്ളി പാണപ്പുഴ ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ CDSന്റെ നേതൃത്വത്തിൽ കർക്കിടക ഫെസ്റ്റും നാട്ടുചന്തയും സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TV ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. കടന്നപ്പള്ളി പാണപ്പുഴ ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ CDSന്റെ നേതൃത്വത്തിൽ കർക്കിടക ഫെസ്റ്റും നാട്ടുചന്തയും സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TV ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ സാധാരണ നടത്തിവരുന്ന ഒരു ചന്ത, കർക്കിടക ഫെസ്റ്റ് എന്ന പേരിൽ അറിയപ്പെടുന്ന ചന്തയാണ് ഇന്നിവിടെ നടക്കാൻ വേണ്ടി പോകുന്നത്. കഴിഞ്ഞ മാസമാണ് നമ്മൾ ഒരു മാസച്ചന്ത നടത്തിയത്. ഈ പ്രാവശ്യവും വളരെ ഭംഗിയായി വിവിധ ഉൽപ്പന്നങ്ങൾ കൊണ്ടുവന്ന് കാർഷിക മേഖലയിലുള്ള ഇപ്പോൾ കിട്ടാവുന്ന എല്ലാ ഉൽപ്പന്നങ്ങളും കൊണ്ടുവന്നുകൊണ്ട് വലിയ രീതിയിലുള്ള ചന്തകൾ നടക്കുകയാണ്. തുടർന്നും നമുക്ക് ഇതുപോലുള്ള ചന്തകൾ വലിയ രീതിയിൽ ജനങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ജനങ്ങൾക്കാകെ പങ്കെടുക്കാൻ പറ്റാവുന്ന ചന്തകൾ നടത്തേണ്ടതായിട്ടുണ്ട്. കുടുംബശ്രീ CDS ചെയർപേഴ്സൺ പ്രീത MV ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് VA കോമളവല്ലി, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ P നാരായണൻ, TV മോഹനൻ, M നിഷ, സെക്രട്ടറി T ഷിബു കരുൺ, അസിസ്റ്റന്റ് സെക്രട്ടറി സജിത PK തുടങ്ങിയവർ സംസാരിച്ചു. വാർഡ് മെമ്പർമാർ, കുടുംബശ്രീ പ്രവർത്തകർ, പഞ്ചായത്ത് ജീവനക്കാർ തുടങ്ങിയവർ സംബന്ധിച്ചു. വിവിധ വാർഡുകളിലെ കുടുംബശ്രീ പ്രവർത്തകർ കൊണ്ടുവന്ന വിവിധ തരം പച്ചക്കറികൾ, പലഹാരങ്ങൾ, മരച്ചീനി, മധുരക്കിഴങ്ങ്, കർക്കിടക ഔഷധക്കഞ്ഞി, വിവിധ തരം പായസങ്ങൾ, തുണിത്തരങ്ങൾ തുടങ്ങിയവ ചന്തയിൽ ലഭ്യമാണ്. ന്യൂസ് ബ്യൂറോ, പിലാത്തറ. 1990 കേരള ആംഡ് പോലീസ് ബാച്ച് അംഗങ്ങളുടെ മെഗാ സംഘം ഒരുക്കി ആംഡ് പോലീസ് അംഗങ്ങളുടെ കൂട്ടായ്മ. ഭൂരിഭാഗം പേരും പോലീസ് സേനയിലെ ലോക്കൽ SI-മാരായി വിരമിച്ചവരാണെങ്കിലും ഉദ്ഘാടകനായി എത്തിയത് ബാച്ച് അംഗവും വൈദികനുമായ ഇടവക വികാരിയാണെന്ന പ്രത്യേകതയുമുണ്ട്. കണ്ണൂർ മാങ്ങാട്ടുപറമ്പ് കേരള ആംഡ് പോലീസ് ബറ്റാലിയനിൽ 1990 ശേഷം 3 വർഷം ജോലി ചെയ്ത് കണ്ണൂർ, കാസർഗോഡ്, വയനാട് ജില്ലകളിലെ സായുധ സേനയിലേക്ക് മാറിയ 200-ൽ പരം പേരുടെ കൂട്ടായ്മയാണ് 36 വർഷത്തിനു ശേഷം ഒരുമിച്ച് ചേർന്നത്.
ആരോഗ്യം, മൃഗസംരക്ഷണം, എക്സൈസ് തുടങ്ങി വ്യത്യസ്ത മേഖലകളിലുള്ളവരും ബാച്ചിലുണ്ട്. കല്ലിക്കണ്ടി എഞ്ചിനീയറിംഗ് കോളേജിൽ അസിസ്റ്റന്റ് പ്രൊഫസറായി വിരമിച്ച ഡോക്ടർ MK മധുസൂദനൻ കായിക മേഖലയിൽ ഡോക്ടറേറ്റും നേടിയിട്ടുണ്ട്. ജനപ്രതിനിധികളായി തിരഞ്ഞെടുക്കപ്പെട്ട ബാച്ച് അംഗങ്ങളായ നടുവിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് K മൊയ്തീൻ, ബളാൽ ഗ്രാമപഞ്ചായത്ത് അംഗം CV ശ്രീധരൻ എന്നിവരെ സംഗമത്തിൽ അനുമോദിച്ചു. വലിയപറമ്പ് മാടക്കാൽ ട്രോപ്പിക്കൽ ബ്ലൂവിൽ നടന്ന മെഗാ സംഗമം നെല്ലിപ്പാറ ഇടവക വികാരി ഫാദർ സെബാസ്റ്റ്യൻ മുട്ടത്തുപാറ ഉദ്ഘാടനം ചെയ്തു. തീർച്ചയായിട്ടും ജനപ്രതിനിധികളായ രണ്ടുപേർ ശ്രീധരനും അതുപോലെ മദീനും രണ്ടുപേർക്കും ഏറെ നന്മകൾ ദേശത്ത് ചെയ്യാൻ സാധിക്കുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. അതുപോലെ നിങ്ങളും ഞാൻ പറഞ്ഞത് ഈ ഒരായുസ് നമുക്ക് വേണ്ടി, നമ്മുടെ കുടുംബത്തിന് വേണ്ടി നമ്മൾ ചെലവിട്ടു. ആ കാലഘട്ടം കഴിഞ്ഞു. ഇനി നമുക്ക് ഈ ആയുസ് കൊണ്ട് ഒരുപാട് നന്മകൾ ലോകത്തിൽ ചെയ്യാൻ പറ്റും. ഈ നിങ്ങളുടെ ജനഹൃദയങ്ങളിൽ നിങ്ങളുടെ നന്മകൾ നിലനിൽക്കണം. അല്ലെങ്കിൽ നമ്മുടെ ചുമരിലെ ഫോട്ടോയുടെ നിറം മങ്ങുന്നതിന് മുമ്പ് തന്നെ മനസ്സുകളിൽ നിന്നും നമ്മുടെ നിറം മങ്ങിപ്പോകും. നമ്മുടെ ചിത്രയെ ഇല്ലാതായി മാറും. മറിച്ച് നമ്മളൊരു നന്മ ജനങ്ങൾക്ക് വേണ്ടി പാവപ്പെട്ട്, പ്രത്യേകിച്ച് മറ്റാരും ആശ്രയമില്ലാത്ത ആംഡ് റിസർവ് റിട്ടയർഡ് SI KJ ജേക്കബ് അധ്യക്ഷത വഹിച്ചു. കൺവീനർ കൃഷ്ണകുമാർ അരവഞ്ചാൽ, ബാലൻ പിലിക്കോട്, PP മധുസൂദനൻ, ബാലചന്ദ്രൻ അരവത്ത് തുടങ്ങി നിരവധി പേർ പ്രസംഗിച്ചു. ബാച്ചിലെ മൺമറഞ്ഞ 15 പേരുടെ ഓർമ്മയ്ക്ക് മുന്നിൽ പുഷ്പാർച്ചന നടത്തിയാണ് മെഗാ സംഗമത്തിന് തുടക്കമിട്ടത്. ബാച്ച് അംഗങ്ങളുടെ വിവിധ കലാപരിപാടികളും നാടൻ കലാ അക്കാദമി അവാർഡ് ജേതാവ് സുനിൽ കണ്ണൻ, ഗായകൻ മനീഷ് മാവിലാടം എന്നിവരുടെ നേതൃത്വത്തിൽ നാടൻ പാട്ടും അരങ്ങേറി. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. കേരള ബേക്കേഴ്സ് അസോസിയേഷൻ പയ്യന്നൂർ മണ്ഡലം സമ്മേളനം നടന്നു. ബേക്ക് കണ്ണൂർ ജില്ലാ പ്രസിഡന്റും സംസ്ഥാന സെക്രട്ടറിയുമായ ഷബിൻ കുമാർ UP സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. കേരള ബേക്കേഴ്സ് അസോസിയേഷൻ പയ്യന്നൂർ മണ്ഡലം സമ്മേളനം ബേക്ക് കണ്ണൂർ ജില്ലാ പ്രസിഡന്റും സംസ്ഥാന സെക്രട്ടറിയുമായ ഷബിൻ കുമാർ UP ഉദ്ഘാടനം ചെയ്തു. അതേമാതിരി തന്നെ ഫുഡ് കമ്മീഷണറേറ്റിൽ നിന്ന് എന്താണോ പറയുന്നത് അത് നമ്മുടെ എല്ലാ മെമ്പേഴ്സിൻ്റെ അടുത്ത് എത്തിക്കുക, അത് അവരെ കൊണ്ട് പ്രാക്ടീസ് ചെയ്യിപ്പിക്കുക, നമ്മുടെ ഇൻഡസ്ട്രിക്ക് വേണ്ടുന്ന. സമ്മേളനത്തോടനുബന്ധിച്ച് SSLC+2 വിദ്യാർത്ഥികൾക്കുള്ള അനുമോദനം, മരണാനന്തര ധനസഹായ വിതരണം, ജില്ലാ PSTOയ്ക്ക് സ്വീകരണം, ഓപ്പറേഷൻ തൂഫാൻ, ലഹരിരഹിത ജീവിതം, മായരഹിത ഭക്ഷണം, കണ്ണൂർ ജില്ലാ കമ്മിറ്റി ക്യാമ്പയിൻ ലോഞ്ച് അവതരണം തുടങ്ങിയവ സമ്മേളനത്തോടനുബന്ധിച്ച് നടന്നു. തമ്പാൻ MK അധ്യക്ഷത വഹിച്ചു. ബേക്ക് സംസ്ഥാന സെക്രട്ടറി M നൌഷാദ് ആശ്രിത സഹായ വിതരണം നടത്തി. പയ്യന്നൂർ ചേംബർ ഓഫ് കൊമേഴ്സ് ജനറൽ സെക്രട്ടറി V നന്ദകുമാർ ഓപ്പറേഷൻ തൂഫാൻ പോസ്റ്റർ പ്രകാശനം നിർവഹിച്ചു. ഷൗക്കത്ത് അലി, ഭാസ്കരൻ PV, അൻവർ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കാർഷിക മേഖലയിൽ തനതായ വ്യക്തിമുദ്ര പതിപ്പിച്ച യശശരീരനായ കാന ഗോവിന്ദന്റെ വിത്ത് മുതൽ വിളവ് വരെ പുസ്തകം പ്രകാശനം ചെയ്തു. കരിവള്ളൂർ AV സ്മാരക ഹാളിൽ നടന്ന പരിപാടിയിൽ കർഷക സംഘം സംസ്ഥാന കമ്മിറ്റി അംഗം P ശശിധരൻ പുസ്തക പ്രകാശനം നിർവഹിച്ചു. കാർഷിക മേഖലയിൽ തനതായ വ്യക്തിമുദ്ര പതിപ്പിച്ച യശശരീരനായ കാന ഗോവിന്ദന്റെ വിത്ത് മുതൽ വിളവ് വരെ കർഷകർക്കൊരു കൈപ്പുസ്തകം പ്രകാശനം ചെയ്തു. കരിവള്ളൂർ AV സ്മാരക ഹാളിൽ നടന്ന പരിപാടിയിൽ വെച്ച് കർഷക സംഘം സംസ്ഥാന കമ്മിറ്റി അംഗം P ശശിധരൻ പുസ്തകം പ്രകാശനം ചെയ്തു. സെക്രട്ടറി എന്നുള്ള നിലയിലുള്ള അദ്ദേഹത്തിൻ്റെ ഒരു ഉത്സാഹം ഒരു പ്രത്യേകത തന്നെയാണ്. എവിടെ കണ്ടാലും അതുമായി ബന്ധപ്പെട്ടും പറയാറുണ്ട്. കർഷക സംഘമാണെങ്കിൽ കർഷക സംഘത്തിൻ്റെ വില്ലേജ് സെക്രട്ടറി, അതുപോലെ ഏരിയ എക്സിക്യൂട്ടീവ് അംഗം എന്നുള്ളതിലൊക്കെല്ലാം അദ്ദേഹം പ്രവർത്തിക്കുന്നുണ്ട്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P രമേശൻ പുസ്തകം ഏറ്റുവാങ്ങി. കരിവള്ളൂർ പെരളം പഞ്ചായത്ത് കർഷക സംഘമാണ് പുസ്തകം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. സംഘാടക സമിതി ചെയർപേഴ്സണും ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമായ KV പ്രീത ചടങ്ങിൽ അധ്യക്ഷയായി. M ശശിമോഹനൻ പുസ്തകം പരിചയപ്പെടുത്തി. TV നാരായണൻ മാസ്റ്റർ, ഡോക്ടർ T വനജ, കൃഷി ഓഫീസർ AN അനുഷ, P ഗംഗാധരൻ, PV ചന്ദ്രൻ മാസ്റ്റർ, T നാരായണൻ, KV കുഞ്ഞിരാമൻ മാസ്റ്റർ, ഡോക്ടർ MV വിജയകുമാർ, AK ഗിരീഷ് കുമാർ, K സന്തോഷ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. സീനിയർ സിറ്റിസൺസ് ഫ്രണ്ട്സ് വെൽഫെയർ അസോസിയേഷൻ പയ്യന്നൂർ മേഖലാ സമ്മേളനം പയ്യന്നൂർ T ഗോവിന്ദൻ സ്മാരക ഹാളിൽ നടന്നു. സമ്മേളനം അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി N ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു.
ക്ഷേമ പെൻഷൻ 5000 രൂപയായി വർദ്ധിപ്പിക്കുകയും വയോജനങ്ങളുടെ റെയിൽവേ യാത്രാ ഇളവ് പുനഃസ്ഥാപിക്കുകയും ചെയ്യണമെന്ന് സീനിയർ സിറ്റിസൺ ഫ്രണ്ട്സ് വെൽഫെയർ അസോസിയേഷൻ പയ്യന്നൂർ മേഖലാ സമ്മേളനം ബന്ധപ്പെട്ടവരോട് ആവശ്യപ്പെട്ടു. ടി ഗോവിന്ദൻ സ്മാരക ഹാളിൽ വെച്ച് നടന്ന സമ്മേളനം അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി എൻ ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. 1991 ഐക്യരാഷ്ട്ര ജനറൽ അസംബ്ലി അംഗീകരിച്ച പ്രമേയത്തിൽ പറയുന്നതാണ്, ഓരോ രാജ്യങ്ങളും അവരുടെ പദ്ധതികളിൽ വയോജനങ്ങളുടെ സ്വാതന്ത്ര്യം, പങ്കാളിത്തം, പരിരക്ഷ, ആത്മസംതൃപ്തി, അന്തസ്സ് തുടങ്ങിയവയ്ക്ക് അർഹമായ പരിഗണന നൽകണമെന്ന് നിർദ്ദേശിച്ചു. എന്നാൽ നമ്മുടെ രാജ്യം ആവശ്യമായ നിയമനം നടത്താനോ സംരക്ഷണ നടപടി സ്വീകരിക്കാനോ തയ്യാറായില്ല എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇവിടെയാണ് നമ്മുടെ സംഘടനയുടെ പ്രസക്തി. അന്താരാഷ്ട്ര തലത്തിൽ ഐക്യരാഷ്ട്രസഭ ഉൾപ്പെടെയുള്ള ലോക സംവിധാനങ്ങൾ അംഗരാജ്യങ്ങളോട് കർശനമായും മുതിർന്ന പൗരന്മാരുടെ ക്ഷേമം മുൻനിർത്തിക്കൊണ്ട് ഇന്ന കാര്യങ്ങൾ നിർവഹിക്കണമെന്ന് ചൂണ്ടിക്കാണിച്ചിട്ടും അത് നടപ്പിലാക്കാൻ തയ്യാറാവാത്ത ഭരണാധികാരികൾ ഉണ്ടാകുമ്പോൾ അത് നടപ്പിലാക്കി കിട്ടാൻ എം വി ഗോവിന്ദൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. കെ കരുണാകരൻ പ്രവർത്തന റിപ്പോർട്ടും കെ പി സേതുമാധവൻ വരവ് ചിലവ് കണക്കും എസ് ജ്യോതി അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു. ചടങ്ങിൽ മുകുന്ദൻ മാസ്റ്റർ, വി കുഞ്ഞിക്കണ്ണൻ എന്നിവർ സംസാരിച്ചു. പുതിയ ഭാരവാഹികളായി സി കരുണാകരൻ, ഇ ഭാസ്കരൻ, കെ വി രാധാമണി, കെ വി മോഹനൻ, കെ വി സത്യനാഥൻ, എം തമ്പാൻ, കെ പി സേതുമാധവൻ എന്നിവരെ തിരഞ്ഞെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. ചെറുതാഴം റെഡ് സ്റ്റാർ കോവൽ ഗ്രാമീണ വായനശാല ആൻഡ് ഗ്രന്ഥാലയത്തിന്റെ നേതൃത്വത്തിൽ ഗാനഗോകുലം എസ് ജാനകിയമ്മ അനുസ്മരണവും ഗാനാർച്ചനയും സംഘടിപ്പിച്ചു. നിരവധി പേർ പരിപാടിയിൽ പങ്കെടുത്തു. ചെറുതാഴം റെഡ് സ്റ്റാർ കോവൽ ഗ്രാമീണ വായനശാല ആൻഡ് ഗ്രന്ഥാലയത്തിന്റെ നേതൃത്വത്തിൽ ഗാനഗോകുലം എസ് ജാനകിയമ്മ അനുസ്മരണവും ഗാനാർച്ചനയും നടന്നു. പ്രശസ്ത നാടക സംവിധായകൻ രവി ഏഴോം അനുസ്മരണ പ്രഭാഷണം നടത്തി. അമൃത TV സൂപ്പർ സ്റ്റാർ ഫെയിം ദേവിക ഉണ്ണികൃഷ്ണൻ മുഖ്യാതിഥിയായി. ക്ലബ്ബ് രക്ഷാധികാരി പി ബാലൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. യു സുരേശൻ, ടി രമേശൻ, OK ബൈജു, MB ഗിരീഷ്, A നിഷാന്ത്, AK ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് പിലാത്ര. പെരളം പൊതുജന വായനശാല ആൻഡ് ഗ്രന്ഥാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ വിജയോത്സവം സംഘടിപ്പിച്ചു. വായനശാല ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KK ജോയ് ഉദ്ഘാടനം ചെയ്തു. പെരളം കൊഴുമൽ പൊതുജന വായനശാല ഗ്രന്ഥാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ വിജയോത്സവം സംഘടിപ്പിച്ചു. വായനശാല ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KK ജോയ് ഉദ്ഘാടനം ചെയ്തു. ഏതാണ്ട് 25ഓളം മൊമെന്റുകളുണ്ട്. 25 മണിമുദ്രകളെയാണ് ഇവിടെ ആയിരിക്കുന്നത്. നമ്മുടെ നാട്, നമ്മുടെ കേരളം എല്ലാവർക്കും പഠിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. നമ്മുടെ രാജ്യത്ത് മൊത്തം എനിക്ക് പറഞ്ഞൊരു കാര്യമുണ്ടാ, പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട നെറ്റന്റെ ഭാഷ പറഞ്ഞാണ് ശൂദ്രൻ അക്ഷര സമൃദ്ധ ഗുരുതര ദൈവം ചെയ്യുന്ന അക്ഷരം കേൾക്കുന്ന ശൂദ്രനെ അകരമാക്കി നിർത്തണം. പിന്നെ പറഞ്ഞതാ, ഈ പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട ആരെങ്കിലും അവർ അക്ഷരം കേട്ടാൽ അവരുടെ ചെവി നീയം ഉരുക്കി പിടിക്കണം എന്ന് പറഞ്ഞ ഒരു നാടായിരുന്നു നമ്മുടെ നാട്. ചടങ്ങിൽ K സന്തോഷ് അധ്യക്ഷത വഹിച്ചു. SSLC +2 പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങൾക്കും A+ നേടിയ വായനശാല പരിധിയിൽ വരുന്ന കുട്ടികളെയാണ് ചടങ്ങിൽ വെച്ച് ഉപഹാരം നൽകി അനുമോദിച്ചത്. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ PP സുരേന്ദ്രൻ, വാർഡ് മെമ്പർ K ജനേഷ്, MV രാധാകൃഷ്ണൻ മാസ്റ്റർ, P ലീന ടീച്ചർ, T സൈനുദ്ദീൻ, A രമേശൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് കരിവെള്ളൂർ. ഇതോടുകൂടി വാർത്തകൾ അവസാനിച്ചു. നന്ദി.